ഈ അടുത്ത കാലത്ത് പ്രശംസ ആർജിച്ച ഒരാളാണ് അഖിൽ മാരാര്. അഖിൽ മാരാരെ കുറിച്ച് ബിഗ് ബോസിന് മുമ്പ് വലിയ അറിവൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ബിഗ് ബോസിന് ശേഷമാണ് ഇദ്ദേഹം ഭയങ്കര ഒരു വലിയ ആളാണ് എന്നുള്ള ധാരണയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. ഇപ്പോൾ അദ്ദേഹം വലിയ ബിസിനസ്സുകാരനൊക്കെ ആയി. അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് രാഷ്ട്രീയം കളിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ട്. അതിനുവേണ്ടിയുള്ള ചില തന്ത്രങ്ങളാണ് ഇദ്ദേഹം മെനയുന്നത്. ഇദ്ദേഹത്തിന് നമ്മുടെ പിള്ളയുടെ മണ്ഡലം ഉണ്ടല്ലോ, കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം ചില കോൺഗ്രസ് നേതാക്കന്മാരെയും കുറേ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന് കുറച്ച് അനുകൂലമായിട്ടുള്ള കുറേ ഡയലോഗുകളൊക്കെ അടിച്ച് ഈ കോൺഗ്രസ്സിൽ നുഴഞ്ഞു കയറാം എന്നുള്ളൊരു പരിപാടിയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷെ നടക്കുമെന്നുള്ള കാര്യമൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കംപ്ലീറ്റ് അടിക്കുന്നത് ഗീർവാണം മാത്രമാണ് ഇയാളുടെ പണി. നമുക്ക് അതൊന്ന് കേൾക്കാം. മറുനാടൻ മലയാളിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയില്ല എന്താണെന്ന്, താൻ ആരായിരുന്നുവെന്ന് തനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് പുള്ളിയുടെ സംസാരം. അത്രയും നമുക്കതൊന്ന് കേൾക്കാം. സിന്ദൂർ വരുന്ന സമയത്ത് ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തു നിന്നും മായിച്ച നരേന്ദ്രമോദി. സത്യം ചേട്ടാ, എന്നെ സംബന്ധിച്ച് വെടിനിർത്തൽ വർക്കായി. ഞാനൊരു കടുത്ത സംഖ്യയായി മാറിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. ഞാൻ വിചാരിച്ച് പാകിസ്ഥാനെ ചുരുട്ടി മറ്റേ പിയോക്കെ തിരിച്ചു പിടിച്ച് ബലൂചിസ്ഥാനെ മോചിപ്പിച്ച് ലോകത്തിൻ്റെ മുന്നിൽ തൊട്ടു നോക്കടാ പട്ടികളെ പാക്കലാമെന്ന് ഈ നരേന്ദ്രമോദി പറയും. ഇന്ത്യയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ ഇച്ചിരി അമിത പ്രതീക്ഷ കൊടുത്തുപോയി. ഞാൻ മോദിയിൽ ഇച്ചിരി അമിത പ്രതീക്ഷ കൊടുത്തതായിരുന്നു ഈ എൻ്റെ വിമർശനത്തിനുള്ള സ്ഥായിയായ റീസൺ. പാകിസ്ഥാനിലെ പാവങ്ങളെ ഇന്ത്യ കൊല്ലുന്നു എന്നും പറഞ്ഞ് ഞാൻ ലൈവ് ഇട്ടത്. എല്ലാത്തിനും തട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളിഗോപിയുടെ വിവരക്കേടിൻ്റെ വികലമായി എടുത്ത് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇറക്കിയൊരു സിനിമ മതപരമായി ഭിന്നിപ്പിച്ചിട്ടല്ല. അത് പറഞ്ഞപ്പോൾ വി.ഡി. സതീശൻ്റെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് പോലും വളരെ മെസ്സേജ് അയച്ചു, ഇവൻ തങ്കിയാണ്, ഇവനെ അടുപ്പിക്കാൻ പാടില്ല. രാജ്യദ്രോഹം മധുരയുടെ ഒക്കെ മണ്ടയ്ക്ക് ചുമച്ച കേസരത്തെ കേട്ടല്ലോ പുള്ളിയുടെ അഭിപ്രായം. ഭാരതശ്രീയുടെ സിന്ദൂരം മാച്ച പാകിസ്ഥാനികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ എല്ലാം കൊന്നൊടുക്കി കളയണമായിരുന്നു. പാകിസ്ഥാനെ അടിച്ചു തൂഫാനാക്കി മറ്റേ അവരുടെ പിയോക്കെ പിടിച്ചെടുക്കണം എന്നൊക്കെ ഉള്ളതാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് വല്ല വെളിവും ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. പാകിസ്ഥാൻ നമ്മുടെ പോലെ തന്നെ ഒരു ആണവ രാജ്യം ആണ്. പാകിസ്ഥാനൊക്കെ പെട്ടെന്ന് നമുക്ക് അടിച്ച് എല്ലാം ഇങ്ങോട്ട് പിടിച്ചെടുത്ത് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന വല്ല കാര്യമാണ്. അത് നരേന്ദ്രമോദി ചെയ്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പരാതി. എത്ര അബദ്ധമാണ് ഈ പറയുന്നത്. മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നിസ്സാര കാര്യമാണ്. നമ്മുടെ എത്ര ലക്ഷം ജനങ്ങൾ മരിക്കും, നമ്മുടെ എത്ര ലക്ഷം പട്ടാളക്കാർ മരിക്കും, നമ്മുടെ എത്ര കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവും. അപ്പൊ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ഒത്തുതീർപ്പാക്കിയതല്ലേ നല്ലത്. പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ അടുത്ത പാകിസ്ഥാനെ ചെന്ന് അടിച്ച് പിടിച്ച് നമ്മുടെ ഒക്കുപ്പൈഡ് പാകിസ്ഥാനൊക്കെ കഴിഞ്ഞ് പിടിച്ച് എടുക്കണമെന്നാണ് പുള്ളി ഇങ്ങനെ അങ്ങ് അടിച്ചു വിടേണ്ടിരുന്നു. ഇതൊക്കെ എന്തോ ഒരു ചുമ്മാ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഇരിക്കണ ഒരു പട്ടീനെ രണ്ടടിയും കൊടുത്ത് കഴിഞ്ഞാൽ കാലോടെ തൂക്കിയെടുത്തോണ്ട് വരും പോലെയാണ് പുള്ളി പറയുന്നതിൻ്റെ ഒക്കെ രീതികൾ. കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ. ഇത്തരം വിവരക്കേടുകൾ വിളിച്ച് പറയുന്നത്. നമ്മുടെ എത്ര സഹോദരങ്ങളാണ് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ മരിക്കുന്നത്. അതൊന്നും ആലോചിക്കാതെ ചുമ്മാ ഇരുന്ന് അടിച്ചുവിടെയാണ്. നമുക്ക് ബാക്കി കേൾക്കാം പുള്ളിയുടെ എന്തൊക്കെയാണ് ഗീർവാണമെന്ന്. അതായത് ഞാനൊരു ഭയങ്കര ദേശീയ ബോധമുള്ള ഒരാളാണ്. അൾട്ടിമേറ്റ്ലി ഒരു രാജ്യസ്നേഹി, ഒരു ഭാരതീയനാണ്. ഒരു ഭാരതീയന്റെ എല്ലാ അഹങ്കാരങ്ങളും സംസ്കാരത്തിൽ അഭിമാനിക്കുക ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം ഇതിന് കോട്ടം തട്ടുന്ന എന്ത് കാര്യങ്ങൾ എവിടെ കണ്ടാലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഖ്യയാവുമല്ലോ. അതിന്റെ ഞാൻ ഭയങ്കര അമ്പലത്തിലൊന്നും പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ ശബരിമല പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഷംസീർ പറഞ്ഞ ഗണപതി മിത്ത് ആയിക്കോട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെയും സംഖ്യയായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ സംഖ്യ ആകുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ BJP ആയിരിക്കും ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത്. രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശീയബോധം, സംസ്കാരബോധം. പക്ഷെ ഞാൻ അവരിൽ BJPയുടെ രാഷ്ട്രീയത്തോടല്ല നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. BJP ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം പക്ഷെ രാഷ്ട്രീയം ഇപ്പം ഈ ദേശീയബോധം ഉള്ളതും സംസ്കാരബോധമൊക്കെ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ പാർട്ടിയും ഇച്ചിരി ജനാധിപത്യ ബോധവും അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉള്ളൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പിന്നെ ഈ രാജ്യത്ത് ഇത്രയും ദുർബലപ്പെട്ടു പോയി. നമ്മൾ എപ്പോഴും നമ്മളെ പോലത്തെ ഒരു ശബ്ദം പ്രതിപക്ഷത്തിനൊപ്പമല്ലേ നിൽക്കേണ്ടത്. ഷാൻചേട്ടൻ പലപ്പോഴും പ്രതിപക്ഷത്തിനുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന പ്രതിപക്ഷ സ്വരമായിട്ടാണ്, അല്ലാതെ അധികാരത്തിന്റെ അംഗീകാരം സൂചിപ്പിച്ചാൽ ജീവിക്കാൻ ഏറ്റവും അടിപൊളിയായിരുന്നു. ഞാനും അങ്ങനെ ചിന്തിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഇപ്പുറത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി, ആ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും അല്ല കേട്ടോ, അവരുടെ നമുക്ക് ശക്തമായി എതിർക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് തന്നെ എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തിരിച്ചു വരത്തക്ക രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ദേശീയബോധം തന്നെയാണ് എല്ലാ കാലത്തും ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഒരു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പഴയ കോൺഗ്രസ് ആണെങ്കിൽ അഭിമാനത്തോടെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ കേട്ടില്ല. പുള്ളിക്ക് ഇപ്പോൾ കോൺഗ്രസിനെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. കോൺഗ്രസിനെ നന്നാക്കി എടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ശക്തിയായിട്ട് ഉയർത്തി നിൽക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ
ഒരു മതഭരണവും നടത്താൻ പാടില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ ഭരണം തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ രീതിയിൽ വളർന്നു വരേണ്ടതും പ്രതിപക്ഷത്ത് ഉറച്ചു നിൽക്കേണ്ടതും രാജ്യത്തിന്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇങ്ങേരെ പോലുള്ള ഒരു ഗീർവാണം മാത്രമാണ് അടിക്കുന്നത്. ഒരു PC ജോർജോ അല്ലെങ്കിൽ അപ്പോഴത്തെ PV അൻവറോ പോലെ ആവുക അല്ലാതെ ഇവൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഡേഞ്ചർ മാനാണ്. കാരണം ഇയാൾ ആദ്യം RSS ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. RSSന്റെ എല്ലാ പ്രവൃത്തികളെയും അദ്ദേഹം ന്യായീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിണറായി സഖാവിനെ കുറെ പൊക്കിയടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ കോൺഗ്രസിനോട് ചെന്ന് കൂടാനുള്ള പരിപാടിയാണ് അദ്ദേഹം നോക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഇയാൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളത് കേട്ടല്ലോ പറഞ്ഞത്. കോൺഗ്രസിനെയാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഇപ്പൊ കോൺഗ്രസിൽ ഭയങ്കര അഴിമതിയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നത്. അതിൽ 1-2 പേരെ ഇദ്ദേഹം പൊക്കി അങ്ങ് അടിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ വഴി എങ്ങനെയെങ്കിലും അവിടെ കയറി പിള്ളയുടെ മണ്ഡപം അവിടെ വന്ന് സ്ഥാനാർത്ഥിയായാൽ കൊള്ളാന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്നെ കുറെ സാജൻ സക്രിയനെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഞാൻ സാജൻ സക്രിയെ പോലെയാണ്, അതേപോലത്തെ ഒരു ചിന്തയാണ്. സാജന്റെ മെന്റാലിറ്റിയൊക്കെ അത് വേറെയാണ്. സാജൻ എന്ന് പറയുന്നത് ഏത് പാർട്ടി കേരളത്തിൽ ഭരിച്ചാലും അതിന് പൂർണ്ണമായിട്ടും അദ്ദേഹം എതിരെ അഭിപ്രായം പറയുള്ളൂ. കാരണം പിണറായിയുടെ 1ാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിണറായി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആൾക്കാരിൽ ഒരാൾ സാജൻ സക്രിയാണ്. 2ാം ഇലക്ഷൻ വന്ന സമയത്ത് പിണറായിയെ തോപ്പിക്കാൻ വേണ്ടി, പിണറായിയുടെ ഭരണം അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സാജന്റെ പരമാവധി സാജൻ ശ്രമിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. വീണ്ടും അധികാരത്തിൽ വന്നു. വീണ്ടും ഇപ്പോഴും അത് തന്നെയാണ്. പിണറായിക്കെതിരെയാണ് സാജന്റെ 95% വാർത്തകളും പിണറായിക്കെതിരാണ്. സാജൻ എന്ന് പറയുന്നത് ഒരു ദേശീയ നേതൃത്വത്തോട് ചെറിയ സമീപനം കാണിക്കുന്ന ഒരാളാണ്. കേന്ദ്ര ഭരണത്തിനോട് ചെറിയൊരു സഹായം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു അനുകൂലം കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. സത്യത്തിൽ ചേട്ടാ, ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മുടെ സ്വഭാവം മൊത്തം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവമാണ്. പക്കാ റിബൽ വിപ്ലവമാണ് മനസ്സിൽ. പക്ഷേ ആ വിപ്ലവം അല്ല ഇപ്പുറത്ത്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ ജനത്തിന് പറ്റുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഇപ്പം കൂട്ടത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നൊരു സാധനമാണത്. വേടൻ പലപ്പോഴും വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടാണല്ലോ വേടൻ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ വേടൻ്റെ രാഷ്ട്രീയം ആർക്കെങ്കിലും പിടിയിട്ടിട്ടുണ്ടോ? വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ്. കാര്യം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയുണ്ട്. അത് അവൻ്റെ വിഭാഗമാണ്, അല്ലെങ്കിൽ ദളിത് വിഭാഗമാണ്. ഈ 70 വർഷത്തോളം ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് അധികാരത്തിലും പ്രതിപക്ഷത്തും ഇരുന്ന് ഭരിച്ചിട്ടും ഇന്നും ആ ജനത നിശബ്ദരായി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇടതുപക്ഷമാണെന്ന് പറയുമ്പോൾ വേടന് സത്യത്തിൽ സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, അതുകൊണ്ടാണ് പിടിച്ചകത്തിട്ടത് എന്ന് ഞാനിങ്ങനെ പറയുകയും ചെയ്യും. എനിക്കും അതുപോലെ ഇയാൾ പറഞ്ഞ് വേടനിട്ടും പണി വയ്ക്കുന്നുണ്ട്. വേടൻ്റെ പാട്ടുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരാണെന്നും മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചിട്ടും പിന്നോക്കക്കാരെ ആരും നോക്കിയില്ല എന്നും ഒക്കെയാണ് ഇയാൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഒരു അടിയിൽ കൂടെ തിരികെ കയറ്റുന്ന ഒരു പരിപാടിയാണ്. ഇൻ്റർവ്യൂവിലൊക്കെ നടത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇദ്ദേഹം എന്താണ് പറയുന്നത്? കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു ആനുകൂല്യവും പിണറായി സർക്കാർ കൊടുക്കുന്നില്ലേ? അതൊക്കെ കള്ളത്തരമല്ലേ പറയുന്നത്? എങ്ങനെയായിരുന്നു ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് താഴേക്കടയിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് അതേ അവസ്ഥയിലാണോ ഉള്ളത്? എവിടെയും എഴിച്ചു നിന്നും നിന്ന് സംസാരിക്കാനുള്ള ഒരു തൻ്റെ ഇടം തന്നെ അവർക്ക് കിട്ടില്ലേ? സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു പക്ഷേ അത്രത്തോളം ഉയർന്നിട്ടുണ്ടാവില്ല. ഏതൊരു മുന്നോക്കക്കാരൻ്റെയും ഏതൊരു സവർണൻ്റെയും മുമ്പിൽ ചെന്ന് നിന്ന് ഞാനാടാന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്. കമ്മ്യൂണിസം ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം തന്നെയാണ്. അതൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പിന്നിലും ഉണ്ടല്ലോ ഒരു വാരിയർ എന്ന വാല്. അദ്ദേഹം രാഷ്ട്രീയം എത്രയും പറയുന്ന ഒരാൾ ആ വാലിനെങ്കിലും ആദ്യം മാറ്റണമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവനെപ്പോലുള്ളവന്മാരെ അടുപ്പിക്കാൻ പാടില്ല. കാരണം എല്ലാത്തിലും നിരങ്ങുന്നവരാണ്. ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. BJPയിലാണെങ്കിൽ BJPയിൽ അവിടെ ഉറച്ചു നിൽക്കുക, കോൺഗ്രസ്സിലാണെങ്കിൽ അവിടെ കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കുക, CPMലാണെങ്കിൽ അവിടെ ഉറച്ചു നിൽക്കുക, മുസ്ലിം ലീഗിലാണെങ്കിൽ അവിടെ നിൽക്കുക, SDPയിലാണെങ്കിൽ അവിടെ നിൽക്കുക, ഉറച്ചു നിൽക്കുക. ഏതിലാണ് നമ്മൾ വിശ്വസിക്കുന്നോ അതിൽ ഉറച്ചു നിൽക്കുക. ഇവൻ അതൊന്നുമല്ല, എല്ലാത്തിലും ചാടി ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും PC ജോർജിനെയും അൻവറിനെയും അബ്ദുള്ള കുട്ടിയെയൊക്കെ പോലെ പാർട്ടികൾക്ക് ഇതൊരു തലവേദനയായിരിക്കും. ഇവനെ പോലുള്ളവർ രാഷ്ട്രീയ പാർട്ടികൾ 100% ഇത്തരം ആൾക്കാരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടികളിൽ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാവൂ, ഇവരെ അംഗങ്ങളാക്കാവൂ, ഇവരെ മത്സരിപ്പിക്കാവൂ. ഇയാൾ RSSൽ അനുകൂലിച്ച് നിന്നത് മാത്രമല്ല, ഇയാൾ ഇപ്പോഴും RSS തന്നെയാണ്. ഇവനൊരിക്കലും മാറാനൊന്നും കഴിയില്ല. 5-6 ദിവസം മാറി എന്തെങ്കിലും സീറ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വരെ മാത്രമേ ഈ കുരച്ചിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഇയാൾ അതിൽ തന്നെ പോകും. അയാൾ അതിൻ്റെ വാല് കൊണ്ട് നടക്കണ കാണുമ്പോഴേ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ ശ്രദ്ധിക്കുക.